ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. ഭൂപടത്തിൽ കാണുന്ന വെറും ഒരു വെളുത്ത പാടല്ല ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പിൻ്റെയും ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന പ്രതിഭാസങ്ങളുടെയും ഇന്ന് ലോകശക്തികൾ തമ്മിൽ പോരടിക്കുന്ന രാഷ്ട്രീയ യുദ്ധഭൂമിയുടെയും കഥയാണ്. ഇന്ന് ഗ്രീൻലാൻഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അമേരിക്ക വട്ടമിട്ട് പറക്കുന്ന ഗ്രീൻലാൻഡിനെ കുറിച്ച്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്താണ് ഈ മഞ്ഞുനാടിൻ്റെ യഥാർത്ഥ രഹസ്യം? രഹസ്യം നമ്പർ 1, പേരിൽ ഒളിപ്പിച്ച ചതി. ഗ്രീൻലാൻഡ് പേര് കേട്ടാൽ പച്ചപ്പുള്ള നാടാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ സത്യം നേരെ തിരിച്ചാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നാട് കടത്തപ്പെട്ട എറിക് ദി റെഡ് എന്ന വൈക്കിംഗ് തലവൻ ആളുകളെ തൻ്റെ പുതിയ താവളത്തിലേക്ക് ആകർഷിക്കാൻ കണ്ടെത്തിയ ഒരു തന്ത്രമായിരുന്നു ഈ പേര്. മഞ്ഞ് മാത്രമുള്ള ഈ ഒരു സ്ഥലത്തിന് ഗ്രീൻലാൻഡ് എന്നും അത്യാവശ്യം പച്ചപ്പുള്ള തൊട്ടടുത്ത ദ്വീപിന് ഐസ്ലാൻഡും എന്നും പേരിട്ട ചരിത്രത്തിലെ ആദ്യത്തെ ഫേക്ക് ന്യൂസ് പ്രചാരകനാണ്. രഹസ്യം 2, മഞ്ഞിനടിയിലെ കറുത്ത പൊന്ന്. ആഗോളതാപനം കാരണം ഗ്രീൻലാൻഡിലെ മഞ്ഞുരുകുന്നത് ഒരു ശാപമാണെന്ന് നാം കരുതുന്നുണ്ട്. എന്നാൽ ചിലർക്ക് അതൊരു അനുഗ്രഹമാണ്. കാരണം കിലോമീറ്ററുകൾ ഘനമുള്ള ഈ മഞ്ഞിനടിയിലെ അപൂർവമായിട്ടുള്ള ലോഹങ്ങളുടെ, അതായത് റയർ എർത്ത് എലമെൻറ്റ്സ്, ഒരു വലിയ ശേഖരമുണ്ട്. സാധാരണയായിട്ട് ചൈനയിലാണ് റയർ എർത്ത് എലമെൻറ്റ്സ് ധാരാളമുള്ളത്. അപ്പോൾ ചൈനയിലാണ് 92% റയർ എർത്ത് എലമെൻറ്റ്സ് ധാരാളമായിട്ട് നമ്മൾ കാണപ്പെടുന്നത്. റയർ എർത്ത് എലമെൻറ്റ്സിൻ്റെ ഒരു കയറ്റുമതി അമേരിക്കയിലേക്ക് നടത്തുന്നതും ചൈനയാണ്. അതുകൊണ്ടാണ് ചൈനയ്ക്ക് തീരുവ വളരെ കുറച്ച് അമേരിക്ക കൊടുക്കുന്നത്. അതുപോലെ തന്നെ വിയറ്റ്നാമിൽ അതിൻ്റെ ഒരു 8%ഒക്കെ ഉള്ളൂ. ഇനി എന്തിനാണ് ഇവ? ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മുതൽ ഇലക്ട്രിക് കാറുകളും അത്യാധുനിക മിസൈലുകളും വരെ പ്രവർത്തിക്കാൻ ഈ ലോഹങ്ങൾ അത്യാവശ്യമാണ്. ഉദാഹരണത്തിന് നിയോഡൈമിയം, യുറാനിയം. അപ്പോൾ ഇത് ആർക്കാണ് വേണ്ടി വരിക? കൂടുതലായിട്ട് അമേരിക്കയ്ക്കാണ്. അമേരിക്ക ഇത് വെച്ചിട്ടാണ് ബിസിനസ് നടത്തുന്നത്. ഇപ്പോൾ ഓരോ രാജ്യങ്ങൾ, ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള യുദ്ധം നടന്നപ്പോഴും അവിടെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടപ്പാക്കിയത് അമേരിക്കയാണ്. അതുപോലെ തന്നെയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടപ്പാക്കുന്നത് അമേരിക്കയാണ്. ചൈനയാണ് നിലവിൽ ഈ വിപണി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ചൈനയുടെ ഈ ആധിപത്യം തകർക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയും മറ്റു രാജ്യങ്ങളും ഗ്രീൻലാൻഡിലെ ഈ നിധിയിൽ കണ്ണുവയ്ക്കുന്നുണ്ട്. രഹസ്യം 3, ആർട്ടിക്കിലെ രാഷ്ട്രീയ യുദ്ധം. അതായത് 2019 ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡ് വാങ്ങാൻ ശ്രമിച്ചത് വെറുമൊരു തമാശ മാത്രമായിരുന്നില്ല. അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അമേരിക്കയുടെ പിറ്റിഫിക് സ്പേസ് ബസ്, അതായത് പഴയ താലെ എയർബസ് ഇവിടെയാണ്. റഷ്യയിൽ നിന്നുള്ള മിസൈൽ ഭീഷണികളെ നേരിടാൻ ഇത് നിർണായകമാണ്. പിന്നെ പുതിയ കപ്പൽ പാതകൾ. മഞ്ഞുരുകുന്നതോടെ ആർട്ടിക്കിലൂടെ പുതിയ സമുദ്രപാതകൾ തുറക്കും. ഇത് ചൈനയ്ക്കും റഷ്യയ്ക്കും വലിയ വാണിജ്യ സൈനിക നേട്ടമുണ്ടാക്കും. അത് തടയാൻ അമേരിക്കയ്ക്ക് ഗ്രീൻലാൻഡിലെ സ്വാധീനം വേണം. പിന്നെ ഈ മഞ്ഞുനാട്ടിൽ 400 വർഷത്തിലധികം ജീവിക്കുന്ന സ്രാവുകളുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. പക്ഷേ സത്യമാണ്. ഈ മഞ്ഞുനാട്ടിൽ 400 വർഷത്തിലധികം ജീവിക്കുന്ന സ്രാവുകളുണ്ട്. ഈ മഞ്ഞുനാട്ടിൽ തണുത്ത കടലിൽ ജീവിക്കുന്ന ഗ്രീൻലാൻഡ് ഷാർക്ക് ലോകത്തിലെ ഏറ്റവും ദീർഘായുസ്സുള്ള കശേരുക്കളുള്ള ജീവിയാണ്. കാർബൺ ഡേറ്റിംഗ് പഠനങ്ങൾ പ്രകാരം ഇവിടെ ആയുസ് 250 മുതൽ 500 വർഷം വരെയാണ്. അത് അർത്ഥമാക്കുന്നത് താജ്മഹൽ പണിയുമ്പോൾ ജനിച്ച ഒരു സ്രാവ് ഇന്നും കടലിൽ നീന്തുന്നുണ്ടാകാം. ചുരുക്കത്തിൽ ഗ്രീൻലാൻഡ് വെറും ഒരു മഞ്ഞുകട്ടയല്ല. അത് ഭാവിയുടെ ഊർജവും സാങ്കേതിക വിദ്യയും ആഗോള രാഷ്ട്രീയവും നിർണ്ണയിക്കാൻ പോകുന്ന ഒരു തന്ത്രപ്രധാന കേന്ദ്രമാണ് ഈ ഗ്രീൻലാൻഡ്. പ്രകൃതിയുടെ ഒരു അത്ഭുത കലവറയാണ് ഗ്രീൻലാൻഡ്. അത് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെയും ആവശ്യമാണ്.
അത് ഒരാളുടെ മാത്രം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ലോകം കാണാൻ പോകുന്നത് എന്തായിരിക്കും? അമേരിക്ക എന്ന മുതലാളിത്തത്വ രാഷ്ട്രത്തിൻ്റെ അടിമകളായി തീരും മറ്റുള്ള എല്ലാ രാഷ്ട്രങ്ങളും. തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു അറിവുകൾക്കായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.